ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കുടിക്കാനായിട്ട്. ഇതിന് നമുക്ക് ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറോ ഒന്നും ആവശ്യമില്ല. അടുപ്പത്ത് നമുക്ക് കുറുക്കിയെടുക്കുക അങ്ങനത്തെ ഒന്നും ടൈം ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസോ ബേസിൽ സീഡ്സോ സബ്ജ സീഡ്സോ എന്തായാലും കുഴപ്പമില്ല, അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് റൂഹാഫ്സയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പാകിസ്ഥാൻ പ്രൊഡക്റ്റാണ്. ഇത് നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനീസും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഓരോ ഗ്ലാസ്സിലേക്കും ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് സിറപ്പ് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നാട്ടിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്, അധികം വിലയൊന്നുമില്ല. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ തണുത്ത പാലാണ് ഒഴിക്കുന്നത്. ഓരോ ഗ്ലാസ് പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ മധുരമുണ്ട്. ഈ സിറപ്പ് തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജെല്ലിയൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം കേട്ടോ, നമുക്ക് കൂടുതൽ ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ് മിൽക്കാണ്. ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ മിൽക്ക് ചേർക്കാതെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റൂഹാഫ്സ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ്സിലേക്ക്. അപ്പോൾ മധുരം ഇത്രയും ഫ്ലേവറും ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഈ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലെമണിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഇതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. മിൽക്ക് ചേർത്തതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സാണ് കേട്ടോ. ഇത് അവർക്കൊക്കെ നോമ്പിനൊക്കെ പ്രധാനമായിട്ട് കുടിക്കുന്ന ഒന്നാണ്. പാകിസ്ഥാനീസും നോർത്ത് ഇന്ത്യൻസും നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റൂഹാഫ്സ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് സിറപ്പ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.